അപ്പോസ്തലന്മാരോട് കൂടെ ജീവിക്കുക. അവർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം അവർ കൊടുക്കുന്നതായ കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് അവിടെ സന്തോഷമായി ജീവിക്കുക. അവളെ ശുദ്ധീകരിച്ച് ഒരുക്കിക്കൊണ്ടേയിരിക്കുക. ഈ അന്തപുരത്തിൽ ഈ കന്യകമാരെ ശുദ്ധീകരിക്കുന്ന പോലെ നമ്മെ ദേഹം, ദേഹി, ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധീകരണത്തിൽ അനന്യമായി കർത്താവിൻ്റെ മുമ്പാകുന്ന നിൽക്കത്തക്കവണ്ണം നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിന് വേണ്ടതായ ഉപദേശങ്ങളും മറ്റ് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്ന് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് പൂർണ്ണമായി കീഴ്പ്പെട്ട് അതിനൊത്തവണ്ണമായി നാം ജീവിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 6 12 മാസമാണ് ശുദ്ധീകരണം. ദൈവത്തിന് സ്തോത്രം. 2 വിധമായ ശുദ്ധീകരണമുണ്ട്. ഒന്ന് സുഗന്ധവർഗം കൊണ്ടുള്ളതായ ശുദ്ധീകരണം, 2 മൂറിൻ തൈലത്താലുള്ളതായ ശുദ്ധീകരണം. കർത്താവിന് സ്തോത്രം. ഒന്നാമതായി ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സുഗന്ധവർഗം പോലെ ലോകത്തിൽ സൗരഭ്യമായി മാതൃകാപരമായ സാക്ഷ്യമുള്ളതായ ഒരു ജീവിതം നാം ചെയ്യണം. എല്ലാവരുടെയും ഇടയിൽ അപ്പോസ്തലൻ പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരുടെയും നശിച്ചു പോകുന്നവരുടെ ഇടയിൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ എല്ലായ്പ്പോഴും നാം ക്രിസ്തുവിൻ്റെ സൗരഭ്യമായി നമ്മൾ കാണപ്പെടണം. അതൊരു വിശുദ്ധീകരണമാണ്. നാം സൗരഭ്യമായി തീരുക എന്ന് പറയുമ്പോൾ, സാക്ഷ്യമുള്ളവരായി തീരുക എന്ന് പറയുമ്പോൾ അതാണ് ഒരു വിശുദ്ധീകരണം. എല്ലാവരുടെയും മുമ്പാകെ സാക്ഷ്യം പ്രാപിച്ച ജീവിതം. ലോകത്തിൽ മനുഷ്യരുടെ മുമ്പാകെയും ദൈവമക്കളുടെ മുമ്പാകെയും ദൈവസഭയിലും ദൈവം മുമ്പാകെ എല്ലാം നമ്മൾ സാക്ഷ്യമുള്ളതായ ജീവിതം ചെയ്യണം. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുകയില്ല. ബന്ധക്കോസുകാരായെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. ദൈവ വചനപ്രകാരവും ആ നടത്തിപ്പുകാരുടെ ആലോചന പ്രകാരമുള്ളതായ ജീവിതമാണ് ഈ അന്തപുരത്തിലെ ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധീകരിക്കപ്പെടുക. ഒന്നാമത് സാക്ഷ്യ ജീവിതം. രണ്ടാമതായിട്ട് മൂറിൻ തൈലത്താലുള്ള ശുദ്ധീകരണം. മൂറെന്ന് പറഞ്ഞാൽ കയ്പാണ് എന്ന് പറഞ്ഞാൽ കയ്പേറിയ അനുഭവം. ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങൾ സഹിച്ച്, യേശുവിൻ്റെ നാമനിമിത്തം കഷ്ടങ്ങൾ സഹിച്ച് കയ്പേറിയ അനുഭവങ്ങൾ കൂടെ കടന്നുപോയി നാം ഏത് അവസ്ഥയിലും സന്തോഷമായി ജീവിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. കയ്പേറിയ പാതയിൽ കൂടെ നാം കടന്നു പോകും. ദൈവവചനത്തിൽ വായിക്കുമ്പോൾ എത്രയോ വിശുദ്ധന്മാർ അങ്ങനെയുള്ളതായ പാതയിൽ കൂടെ ഒക്കെ കടന്നുപോയി ജീവിതം തന്നെ കയ്പായി മാറിയതായ അനേകരെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം കയ്പേറിയ പാതയിൽ കൂടെ കടന്നുപോയി ഇസ്രായേൽ ജനങ്ങൾ ദൈവം നടത്തിയപ്പോൾ മാറായിൽ കൂടെ നടത്തിയെന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവർക്ക് വെള്ളം കുടിക്കുവാൻ കഴിയാതെ കയ്പേറിയതായവരെല്ലാം നിലവിളിച്ചു. അതുപോലുള്ളതായ പാതയിൽ കൂടെ നാമും കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് അപ്പോസ്തലൻ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ കഷ്ടങ്ങളാൽ ശുദ്ധീകരണം പ്രാപിച്ച കർത്താവ്, കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായ കർത്താവ്. അപ്പോൾ കഷ്ടത നമ്മെ ശുദ്ധീകരിക്കുന്നു. കഷ്ടങ്ങളാലുള്ളതായ വിശുദ്ധീകരണം നമ്മൾ പ്രാപിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അനേക കഷ്ടങ്ങൾ കൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കണമെന്ന് നമ്മൾ വായിക്കുന്നില്ല. അതുപോലെ കഷ്ടങ്ങൾ കൂടെ കടന്നു പോവുക. ഏതവസ്ഥയിലും കർത്താവ് നടത്തുന്നു ആ പാതയിൽ കൂടെ നാം സന്തോഷമായി നാം മുന്നോട്ട് പോകുന്നവരായിരിക്കണം. അതാണ് കഷ്ടതയാലുള്ള വിശുദ്ധീകരണം. ദൈവത്തിൻ്റെ സ്തോത്രം. കഷ്ടത നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നതുപോലെ കഷ്ടതയാളുള്ളതായ ശുദ്ധീകരണത്തിൽ കൂടെ നമ്മൾ പൂർണ്ണരായി തീരുക. ആ കർത്താവിനെ പോലെ ആയിത്തീരുക. അങ്ങനെ നാം വിശുദ്ധീകരിക്കപ്പെട്ട് കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി വിശുദ്ധീകരിക്കപ്പെടുക. ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റൊന്ന്, നമ്മുടെ സ്വാതന്ത്ര്യമെല്ലാം മാറ്റി നമ്മൾ ദൈവസഭയുടെ പ്രമാണങ്ങൾക്കും നടത്തിപ്പുകാരുടെ ഉപദേശത്തിനും അനുസരിച്ച് നാം കടന്നു പോകും. ഇഷ്ടംപോലെ നമുക്ക് ജീവിപ്പാനോ നമുക്ക് ഈ ലോകത്തിൽ സന്തോഷങ്ങൾ അനുഭവിച്ച് ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിപ്പാനോ നമുക്ക് അനുവാദമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കൾ ലോകത്തെ വെറുത്തവരാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികരല്ല, അതുകൊണ്ട് ലോകം അവരെ പകയ്ക്കുന്നു, നീ ദുഷ്ടൻ അവരെ തൊടാതെ അവരെ കാത്തുകൊള്ളണമേ എന്ന് അവസാനമായി യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഒരു വാചകമാണ്. എന്താ? ഇവർ ലൗകികന്മാരല്ല. ലോകത്തിലവർ ജീവിക്കുന്നുവെങ്കിൽ ലോകപ്രകാരം ലോകമോഹങ്ങളിൽ സന്തോഷങ്ങളിൽ അവർ ജീവിക്കുന്നില്ല. ലോകത്തെ വെറുത്ത് അവർ ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ലോകം അവരെ പകയ്ക്കുന്നു. നീ അവരെ ദുഷ്ടൻ തൊടാതെ വണ്ണം
കാത്തുകൊള്ളണമേ. 17-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല അല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. എന്താ പറഞ്ഞ? അവരെ ദുഷ്ടൻ കാണാതെ അവരെ കാത്തുകൊള്ളണമേ. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തെ നാം പകച്ച് ജീവിക്കുമ്പോൾ, ലൗകികന്മാരല്ലാതെ സ്വർഗീയന്മാരായി നാം ജീവിക്കുമ്പോൾ ഈ ലോകം നമ്മെ പകയ്ക്കും. നാം അവരോട് അവരോട് അനുകൂലമായി അനുരൂപരായി ജീവിക്കാതിരിക്കുമ്പോൾ ഈ ലോകം നമ്മെ പകയ്ക്കും, വെറുക്കും ഒക്കെ ചെയ്യും. പക്ഷേ അവിടെ വായിക്കുമ്പോൾ കർത്താവ് ആരെല്ലാം പകച്ചാലും, ആരെല്ലാം നമ്മെ വിട്ട് അകന്നു പോയാലും, നമ്മെ പരിഹസിച്ചാലും, നിന്ദിച്ചാലും, ഉപദ്രവിച്ചാലും, കഷ്ടപ്പെടുത്തിയാലും അവിടെ വായിക്കുന്നത് കർത്താവ് നമ്മെ എന്തു ചെയ്യും? കാത്തുകൊള്ളും. കർത്താവ് നമ്മെ കൈവിടുകയില്ല. ഒരുവൻ ലോകത്തെ വെറുത്ത് ലൗകികനല്ലാതെ സ്വർഗീയനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ലോകം മുഴുവനും അവർ വെറുത്താലും കർത്താവ് ഒരു നാളും അവരെ കൈവിടുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ദുഷ്ടൻ തൊടാതെ അവരെ കാത്തുകൊള്ളുന്നു. എന്നാൽ ഇന്ന് അനേകർ ലൗകികരായി ജീവിക്കാൻ, ലോകത്തിൻ്റെതായ മോഹങ്ങൾ, സന്തോഷങ്ങൾ എത്രമാത്രം അനുഭവിക്കാമോ അത്രമാത്രം അനുഭവിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിന് എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം നോക്കിയാണ്. സഭയും പ്രമാണങ്ങളും എല്ലാം അവിടെ കിടക്കും. നടത്തിപ്പുകാർ പറഞ്ഞ് ആര് കേൾക്കാനാണ്? എന്നാൽ ഇതൊന്നും ഒരു ബാധകമല്ല എന്നുള്ള ചിന്തയിലാണ് പലരും ജീവിക്കുന്നത്. ഏതെല്ലാം വിധത്തിൽ ലോകത്തിൻ്റെതായ സന്തോഷങ്ങളും സുഖങ്ങളൊക്കെ അനുഭവിക്കാമോ, ആഘോഷിക്കാമോ അതെല്ലാം ആഘോഷിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഏതെല്ലാവിധ ആഘോഷങ്ങൾ ഇന്ന് നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ തന്നെ നോക്കി, എല്ലാ ആഘോഷങ്ങളും, ഓണാഘോഷങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെല്ലാം ആഘോഷങ്ങൾ, വിവാഹ വാർഷിക ആഘോഷങ്ങൾ, ബർത്ത്ഡേ ആഘോഷങ്ങൾ, മറ്റ് പലവിധമായ എന്തെല്ലാം വിധത്തിൽ ആഘോഷിക്കാമോ അതെല്ലാം ആഘോഷിക്കുക. വയസ്സായി മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ടും ഇപ്പോഴും ഓരോരുത്തരും ബർത്ത്ഡേ ആഘോഷങ്ങളാണ്. മറ്റ് ഏതെല്ലാം വിധത്തിൽ സന്തോഷിക്കാമോ. വയസ്സെത്രയായി? 10-60 വയസ്സൊക്കെ കഴിഞ്ഞ് കാണും. വയസ്സായി വൃദ്ധരായി, എങ്കിലും ഇപ്പോഴും കൊച്ചാണെന്നാണ് ഓർക്കുന്നത്. മറ്റേതെല്ലാം വിധത്തിൽ സന്തോഷിക്കാമോ അങ്ങനെയെല്ലാം സന്തോഷിക്കുകയാണ്. ലോകത്തിൻ്റെതായ സന്തോഷങ്ങൾ എത്രമാത്രം ആസ്വദിക്കാമോ അതുപോലെ ചെയ്യുകയാണ്. പെന്തക്കോസ്തുകാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ആഘോഷങ്ങളൊന്നും പാടില്ല. ബർത്ത്ഡേ ആണെങ്കിലും വിവാഹ വാർഷികമാണെങ്കിലും മറ്റെന്താണെങ്കിലും ഇതൊന്നും പെന്തക്കോസ്തുകാർ, ദൈവമക്കൾ അതൊന്നും ആഘോഷിക്കുന്നവരല്ല. അതിനെ ഓർക്കാൻ പോലും പാടില്ലെന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതൽ പെന്തക്കോസ്തിൽ ഇതിൽ വളർന്നതുകൊണ്ട് ഇന്നുവരെ അതൊന്നും ആഘോഷിച്ചിട്ടും ആചരിച്ചിട്ടും ഇല്ല. ഓർക്കാൻ പോലും പാടില്ല എന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് ലോകത്തെ പരമാവധി അനുഭവിപ്പാനും സന്തോഷിപ്പാനും ആഗ്രഹിക്കുക. അത് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവർ ഞങ്ങൾ ആരല്ല? ലൗകികന്മാരല്ല എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ലൗകികന്മാരല്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ലോക മനുഷ്യരെ പോലെ സുഖിക്കേണ്ടവരല്ല. നമുക്കൊരു പ്രമാണമുണ്ട്, ചട്ടമുണ്ട്, ചില പരിമിതികളൊക്കെയുണ്ട്. അതിൻ്റെ ഉള്ളിലായിരിക്കണം. ഇന്നിപ്പോൾ അതൊന്നും അനുസരിച്ച് പോകാൻ ആർക്കും താല്പര്യമില്ല. അതിനെല്ലാം പുറകിൽ എറിഞ്ഞു കളയുകയാണ്. ആ ഹേഗായിയുടെ വിചാരണയിലൊന്നും പോകാൻ കഴിയത്തില്ല. മണവാട്ടി ആയില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷമായി ജീവിക്കണം, അതിനപ്പുറത്തുള്ള കാര്യം പിന്നത്തെ കാര്യമല്ലേ എന്ന് ചിലരുടെ ചിന്ത. അതുകൊണ്ട് ദൈവമക്കളെ നാം ഓർത്തോണം, ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഇവിടെ നമ്മൾ സന്തോഷിക്കേണ്ടവരല്ല. ലോകം നമുക്ക് യോഗ്യവുമല്ല. അതുകൊണ്ട് നമ്മൾ ലൗകികന്മാരല്ല. അവരെ നോക്കി പറയുവാൻ യേശുവിന് ധൈര്യമുണ്ടായിരുന്നു. പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു, ഇവരാരും ആരല്ല? ലൗകികന്മാരല്ല. നമ്മെ നോക്കി, ഇവിടെ ഇരിക്കുന്ന പെന്തക്കോസ്തുകാരായ നിങ്ങളെ ഒക്കെ നോക്കി എത്ര പേരെ നോക്കി ദൈവത്തിന് പറയാൻ കഴിയും, ഇവർ ലൗകികന്മാരല്ല, ലോകത്തെ അനുഭവിക്കുന്നില്ല, ലോകത്തിൽ സന്തോഷിക്കുന്നില്ല, സ്വർഗീയന്മാരായ സ്വർഗീയ ചിന്തയിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളതായ സാക്ഷ്യം നമുക്ക് ദൈവത്താൽ ഉണ്ടായിരിക്കണം. നാം സ്വർഗീയന്മാരായി ജീവിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഹേഗായിയുടെ വിചാരണയിൽ അവൾ പോവുകയാണ്. ആ ഹേഗായിയുടെ അനുസരണത്തിൽ, ഉപദേശത്തിലും നിർദ്ദേശത്തിലും പോവുകയാണ്. തന്നെത്താൻ മറച്ചവൾ സൂക്ഷിക്കുകയാണ്, ഒന്നും വെളിപ്പെടുത്തുന്നില്ല. അവിടെ അവൾ ഒന്നും ആഗ്രഹിക്കുന്നത്, മറഞ്ഞിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് അവിടെ ആ അധ്യായങ്ങളിൽ എസ്തറിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, അവൾ ഒന്നും വെളിപ്പെടുത്താതെ മറഞ്ഞിരിക്കുകയാണ്. അവളോട് പറഞ്ഞതിൻ്റെ ജാതിയും കുലവും മറ്റൊന്നും എന്ത് ചെയ്യരുത്, വെളിപ്പെടുത്തരുത്, ഒന്നും വെളിപ്പെടുത്തരുത്. അവൾ ആരാണെന്ന് പോലും പറയാതെ മറഞ്ഞിരിക്കുകയാണ്. ദൈവസഭ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരാണ്. തങ്ങളുടെ കുടുംബശ്രേഷ്ഠതയോ കുലശ്രേഷ്ഠതയോ മഹിമയോ മറ്റൊന്നും
വെളിപ്പെടുത്തുന്നവരാകരുത്. ദൈവത്തിന് സ്തോത്രം. ജാതിയോ മതമോ ഒന്നും വെളിപ്പെടുത്തിയില്ലെന്ന്. പെന്തക്കോസ്തുകാർ കർത്താവിനെ മണവാട്ടിക്ക് ഇതൊന്നുമില്ല. അവർ ലോകത്തിലൊന്നും വെളിപ്പെടുത്തുന്നവർ താഴ്മയോടെ വിനയത്തോടെ നടത്തിപ്പിനെ അനുസരിച്ച് ദൈവസഭയിൽ മറഞ്ഞിരിക്കുന്ന മണവാട്ടിയാണ് കർത്താവിന് ആവശ്യം. അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ വായിക്കുമ്പോൾ മണവാട്ടിയോട് പറയുന്നു, പാറയുടെ പിളർപ്പിലും കടുതൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖമൊന്ന് കാണട്ടെ, നിൻ്റെ സ്വരം ഞാൻ കേൾക്കട്ടെ. അപ്പോൾ ആരുടെ മുഖമാണ് കാണുന്നത്? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന മണവാട്ടി. ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളോ ഉയർച്ചകളോ ഉന്നതകളോ പദവികളോ ഒന്നും ആഗ്രഹിക്കാതെ കർത്താവിൽ മറഞ്ഞിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒന്നും വെളിപ്പെടുത്താതിരിക്കുക. നമ്മുടെ ശ്രേഷ്ഠതകളൊന്നും വെളിപ്പെടുത്താതെ, കഴിവുകളൊന്നും വെളിപ്പെടുത്താതെ നാം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ മുഖത്തെ കാണും. കർത്താവ് നമ്മുടെ ശബ്ദം കേൾക്കും. ഒരു ദിവസം കർത്താവ് പറയും, നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. നിൻ്റെ മുഖം എത്ര പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് നമ്മോട് പറയും, എന്താ നീ മറഞ്ഞിരിക്കുന്നു, നിന്റെ മുഖം എത്ര സൗന്ദര്യമാണ്, എത്ര സൗന്ദര്യം അല്ലെ അഴകുള്ളത്, നിന്റെ സ്വരം എത്ര ഇമ്പമുള്ളത്. നമ്മുടെ സ്വരം കർത്താവ് കേൾക്കുന്നതായിരിക്കും. നമ്മുടെ സൗന്ദര്യം കർത്താവിനെ കാണിക്കാനാണ്. ഇന്ന് പലരും സൗന്ദര്യം കാണിക്കാൻ എന്തെല്ലാം വിധത്തിൽ വേഷം കിട്ടുന്നു. മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ളതായ വിധത്തിലാണ് പലരും വേഷവിധാനങ്ങളും നടപ്പും പോക്കും പരിപാടിയല്ല. 4 പേരൊന്ന് കാണണം, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, എൻ്റെ സൗന്ദര്യം കാണണം, അല്ലെങ്കിൽ എൻ്റെ കഴിവൊന്ന് കാണണമെന്നാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇതൊന്നും മറ്റുള്ളവരെ ആരെയും കാണിക്കാനല്ല, കർത്താവിൽ മറഞ്ഞിരുന്ന് എൻ്റെ കർത്താവ് വെളിപ്പെടുമ്പോൾ എന്നെ എൻ്റെ യേശു കണ്ടാൽ മതി, ലോകത്തിൽ ആരും എന്നെ കാണണ്ട, അറിയണ്ട, ശ്രദ്ധിക്കണ്ട എന്നുള്ളതായ ചിന്തയിൽ മറഞ്ഞിരുന്ന് ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയിൽ കർത്താവിൽ മറഞ്ഞിരുന്നുകൊണ്ട് കർത്താവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ രാജാവ് നമ്മെ, അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ, 45 സങ്കീർത്തനത്തിലല്ലേ, അങ്ങനെ ജീവിക്കുന്ന മണവാട്ടിയോടാണ് രാജാവ് നിന്റെ, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. എപ്പോഴാ? അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഈ മണവാട്ടിക്ക് ഒരു പ്രതിഷ്ഠയുണ്ട്. എന്താ പ്രതിഷ്ഠ? സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും എല്ലാം നീ മറക്കുക. ലോകത്തെ മറക്കുക, ലോകത്തുള്ളതിനെല്ലാം മറക്കുക. കർത്താവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുക. എല്ലാം മറന്ന് പ്രതിഷ്ഠയോടെ ജീവിക്കുന്നു. അങ്ങനെ നാം ജീവിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന, രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പെന്തക്കോസ്തിൽ വന്നതിന് ശേഷം നമ്മുടെ ജാതിയും മതവും കുടുംബവും പിന്നെ അപ്പനെയും അമ്മയും വീട്ടുകാരെയും എല്ലാം പറഞ്ഞുകൊണ്ട് അവരെല്ലാം വലിയ വലിയ ആൾക്കാരല്ല, വലിയവരാന്നുള്ള ചിന്തയിൽ ജീവിക്കുകയല്ല. ഞാൻ വലിയ കുടുംബത്തിലെ ആളെന്നുള്ള ചിന്തയല്ല. അതെല്ലാം എന്ത് ചെയ്യണം? മറക്കണം. എസ്തറെല്ലാം മറന്ന് അവിടെ ഒളിച്ചിരിക്കുന്ന പോലെ വന്ന് ഇരിക്കുക. അവൾ ഒന്നും ആവശ്യപ്പെട്ടില്ല എന്ന്, ഇതൊന്നും ആവശ്യപ്പെട്ടില്ല. എന്ത് വേണമെങ്കിലും അവൾക്ക് ലഭിക്കും. പക്ഷെ അവൾ ഒന്നും എന്ത് ചെയ്തില്ല? ആവശ്യപ്പെട്ടില്ല. അവൾക്ക് ആർത്തിയോ അത്യാഗ്രഹമോ ഒന്നും ഉണ്ടായിരുന്നു. ലോകത്തിൽ ഒരു കാര്യത്തെക്കുറിച്ചും അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവജനത്തിൽ വായിക്കും, അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം ഇതൊന്നും ദൈവമക്കൾക്ക് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിപ്പിൻ. അത്യാർത്തിയും അത്യാഗ്രഹവും ഒന്നും പാടില്ല ദൈവമക്കൾക്ക്. അവൾ ഒന്നും ചോദിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൾക്ക് കൊടുത്തതല്ലാതെ അവൾ ഒന്നും ചോദിച്ചില്ല. ഇങ്ങനെ വാക്യമുണ്ട്, അവളൊന്നും ചോദിച്ചതേയില്ല, കിട്ടിയത് മതി, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ പ്രത്യേകിച്ച് അങ്ങനെയായിരിക്കണം. ആർത്തിയൊന്നും നമുക്ക് പാടില്ല. പണത്തിൻ്റെ പിന്നാലെ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒക്കെ പിന്നാലെ പോകുന്നവരായിത്തീരരുത്. കർത്താവ് എനിക്ക് തരുന്നത് മതി, അത് അല്പമേ ഉള്ളുവെങ്കിലും അത് മതി. ഒത്തിരി തന്നാൽ അത് അത്ര, തന്നില്ലെങ്കിൽ അത് മതി. അതാ അപ്പോസ്തലൻ പറഞ്ഞു, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പിൻ. അതിലധികമൊക്കെ ആഗ്രഹിക്കുന്ന ആരാ? ലോകജാതികളാണ്. ദുഷ്ടനാണ് അതൊക്കെ കൊണ്ടുവരുന്ന ചിന്ത. അതുകൊണ്ട് ഒന്നും അവൾ ചോദിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. എത്ര ലളിതമായിട്ടാണ് ജീവിക്കുന്നത്. ഇന്ന് ദൈവമക്കൾ പെന്തക്കോസ്തുകാർ എന്തെല്ലാം കാര്യത്തിന് രാപകൽ പ്രാർത്ഥിക്കുന്ന എല്ലാം ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും വേണ്ടി. എത്ര കിട്ടിയാലും പോരാ, പിന്നെയും ഇത് കിട്ടണം എപ്പോഴും ദൈവത്തിന് ഈ പരാതിയും പ്രാർത്ഥനയും മാത്രം. ദൈവത്തിനൊരു
സ്വസ്ഥതയുമില്ല. എന്താ? സ്വാർത്ഥതയെ, തങ്ങൾക്ക് മാത്രം എല്ലാം കിട്ടണം, വേറെ ആർക്കും ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, എല്ലാം എനിക്ക് കിട്ടണമെന്നുള്ളതായ ചിന്തയാണ്. അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മൾ ആർത്തിയുള്ളവരാകരുത്, പണക്കൊതിയന്മാരായി അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹമുള്ളവരായി തീരരുത്. ഉള്ളതുകൊണ്ട് തൃപ്തരാകണം. ദൈവത്തിന് സ്തോത്രം. എസ്തറിൻ്റെ അല്ലെങ്കിൽ അന്തപുരത്തിൽ വന്ന രാജകുമാരിയായ എസ്തറിൻ്റെ സ്വഭാവങ്ങൾ ഒന്നായിരുന്നത്. ആവശ്യമില്ലാതെ ഒന്നും അതും ഇതുമൊന്നും വേണമെന്ന് പറഞ്ഞില്ല, എല്ലാം കൂടെ വാങ്ങിച്ച് കൂട്ടി വെക്കാനൊന്നും നമ്മൾ ആഗ്രഹിച്ചില്ല. കൊടുത്തത് മാത്രം വാങ്ങിച്ച് അതിൽ തൃപ്തയായിരുന്നു. കർത്താവിന് സ്തോത്രം. മറഞ്ഞിരുന്നവളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം ദൈവജനത്തിൽ വായിക്കുമ്പോൾ രാജാവിന് അവളോട് ഏറ്റവും പക്ഷം തോന്നിയെന്ന്, അല്ലേ? അതേ ദൈവമക്കളെ, നമ്മുടെ രാജാതിരാജാവായ കർത്താവ് നമ്മെ സ്നേഹിച്ച് നമ്മെ ഏറ്റവും ഇഷ്ടപ്പെട്ട് രാജകിരീടം നമ്മുടെ തലയിൽ വെച്ച് നമ്മെ രാജ്ഞിയാക്കി നിത്യമായി നമ്മെ കർത്താവിനോടുകൂടെ സിംഹാസനത്തിരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്.